കേന്ദ്ര സർക്കാർ ലോറിയിൽ റോഡിൽ കൊണ്ടുവന്ന് വിൽക്കുകയായിരുന്ന ഭാരതരി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അന്വേഷിക്കുമ്പോൾ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റിലാണുള്ളത്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഭക്ഷ്യമന്ത്രി GR അനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ 29 രൂപയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന അരി ഒരു കുത്തക റീറ്റെയിൽ ഔട്ട്ലെറ്റിലൂടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിൽക്കുന്നത്. എങ്ങനെ കാണുന്നു ഇതിന്? 18 രൂപ 59 പൈസയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അരിയാണ് 29 രൂപയ്ക്ക് ഭാരത് റൈസ് എന്ന പേരിൽ വിൽക്കുന്നത്. യാതൊരു മാനദണ്ഡവും, ഒരു സാധാരണ ഉണ്ടാകേണ്ടുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ആർക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിറ്റഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നാമം, ഗവൺമെൻറ്റിൻ്റെ പേര് ബ്രാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ, പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്കാണ് 5 കിലോ അരി റൈസ് എന്ന പേരിൽ കൊടുക്കുന്നത്. എന്നാൽ ഭാരത് റൈസ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ മറയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അരിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വാങ്ങാൻ ചെല്ലുമ്പോൾ 10 കിലോയുടെ ചാക്കാണ് അവർ വെക്കുന്നത്. എത്ര വേണം അവർ കൊടുക്കുന്നുണ്ട്. പച്ചരിക്ക് 45 രൂപയുണ്ട് കിലോ. അപ്പോൾ ഇത് വാങ്ങി കരിഞ്ചന്തക്കാർക്ക് വിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാവില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ആണെങ്കിലോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ആണെങ്കിലോ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നമുക്കത് കൊടുക്കാം. ജനങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അത് 18 രൂപ 59 പൈസയ്ക്ക് OMS സ്കീം അനുസരിച്ച് ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ 16-15 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്തൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസ നടപടികളെ തട്ടിത്തെറിപ്പിച്ചിട്ട് കുത്തകകൾക്കും സ്വകാര്യ മുതലാളിമാർക്കും ലാഭം കൊയ്യാൻ കഴിയുന്ന അവസരമായി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ മാറ്റിയിരിക്കുക. മാർക്കറ്റുകളിൽ നിന്ന് കരിഞ്ചന്തക്കാരുടെ കയ്യിലേക്ക് എത്താൻ വലിയ താമസമില്ലല്ലോ, ഒരു നിയന്ത്രണവുമില്ലല്ലോ. ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള അരിയാണ് എന്നത് കൂടുതൽ തെളിയിക്കുന്നതാണ് റിലയൻസിലൂടെയുള്ള ഭാരതരിയുടെ ഇപ്പോഴത്തെ ഈ വിൽപ്പന എന്നാണ് ഭക്ഷ്യമന്ത്രി വിലയിരുത്തുന്നത്. ക്യാമറാമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.